Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് Redmiന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ് Redmi 11 Prime 5G ആണ്. അപ്പോൾ ഇത് ഒരു 5G ഡിവൈസ് ആണ്, പേര് തന്നെ ഉണ്ട് 5G ഡിവൈസ് ആണ്. അപ്പോൾ ഇതൊരു പുതിയ ഇപ്പോൾ 5G ഇന്ത്യയിൽ ഓൾറെഡി അനൗൺസ് ചെയ്തു. പ്രോബ്ലി ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്ക് 5G സ്റ്റാർട്ട് ചെയ്യും, റോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇനീഷ്യലി ഫേസ് റോൾ ഔട്ട് ആവും, പക്ഷേ എങ്കിലും പല സിറ്റീസിലും അവൈലബിൾ ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ 5G ഡിവൈസസ് വേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം എല്ലാവർക്കും തന്നെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസസോ അല്ലെങ്കിൽ അബൌട്ട് 20,000 പ്രൈസ് സെഗ്മെന്റിലുള്ള എല്ലാ ഡിവൈസൊന്നും എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ 5G വേണ്ടതുണ്ട്. അപ്പം ഇപ്പോൾ നമുക്ക് റെഡ്മി ഇറക്കിയിരിക്കുന്നത് ബഡ്ജറ്റ് സെഗ്മെന്റിലെ ഒരു 5G ഡിവൈസാണ്. Redmi 11 Prime 5G ആണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വില നമുക്കിപ്പോൾ അറിയില്ല, അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് വില അറിയില്ല, എങ്കിലും നല്ലൊരു അഫോർഡബിൾ പ്രൈസിങ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ Redmi 11 Prime 5Gൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് Redmi 11 Prime 5G അൺബോക്സ് ചെയ്യാം. അതിനു മുമ്പായിട്ട് വളരെ ബ്രീഫായിട്ട് സ്പെക്സ് പറയാം. ഇതൊരു ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, 90 Hz റിഫ്രഷ് റേറ്റ് ആണ്, Dimensity 700 ചിപ്പാണ്. അതേപോലെ തന്നെ ഒരു 50 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്ന, 5000 mAh ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം Redmi 11 Prime 5G എഴുതി കാണാം, ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എഴുതിയതും കാണാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഒരു വ്യത്യസ്തമായ ഡിസൈനാണ്. ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ഇപ്പോൾ കാണുന്ന റെഡ്മി ഡിവൈസിനെ പോലെയല്ല, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയ ഒരു ഡിസൈനാണ് ബാക്ക് പാനലിൽ കൊടുത്തിരിക്കുന്നത്. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. അപ്പോൾ നമുക്ക് ഡിവൈസിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സ്പെക്സ് എഴുതിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Dimensity 700 5G ചിപ്പാണ്, 90 Hz ഫുൾ HD അഡാപ്റ്റീവ് സിങ്ക് ഡിസ്പ്ലേ ആണ്, പിന്നെ IPS LCD പാനലാണ്, കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഉണ്ട്, 50 MP AI ഡ്യുവൽ ക്യാമറയാണ്, 50+2 MP ഡെപ്ത് സെൻസറാണ്, 7 nanometer പവർ എഫിഷ്യൻറ്റ് പ്രോസസ്സറാണ്, UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടും 22.5 വാട്ട് ചാർജർ ഇൻ ദ ബോക്സ് ആണ് വരുന്നത്. ആക്ച്വലി ഇത് 18 വാട്ട് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, എങ്കിലും 22.5 വാട്ട് ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിങ്ങും പിന്നെ ഹൈ റെസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ എല്ലാം ഉണ്ട്. 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 5G സപ്പോർട്ട് ഉണ്ട്, ഓൾമോസ്റ്റ് 7 or 8 ബാൻഡ്സ് 5G സപ്പോർട്ട് ഉണ്ട്. ഇന്ത്യയിൽ വരുന്ന എല്ലാ 5G ബാൻഡ്സും ഇത് സപ്പോർട്ടഡ് ആണ്. പിന്നെ മെഡോ ഗ്രീൻ എന്നാണ് കളറിൻ്റെ പേര്, 6GB 128GB സ്റ്റോറേജ് ആണ്. പിന്നെ ഇതിനകത്ത് റാം എക്സ്റ്റൻഷൻ ഫീച്ചറുണ്ട്, 2GB അഡീഷണൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് വെർച്വൽ റാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സും തുറക്കാം. നമുക്ക് ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ Redmi by Xiaomi എഴുതിയാണ്. അതിനകത്ത് ഒരു കേസാണ് വരുന്നത്, ഒരു സ്റ്റാൻഡേർഡ് TPU കേസ്. ഇവിടെ നമുക്കൊരു സിം ഇജക്റ്റ് പിന്നുണ്ട്. TPU കേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് സ്റ്റാൻഡേർഡായി വരുന്ന TPU കേസ് തന്നെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒരു മാനുവലാണ് വരുന്നത്. ഇതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്, കണ്ടില്ലേ, ഡുവൽ സിമ്മും ഒരു SD കാർഡ് സപ്പോർട്ടും ഉണ്ട്. സാർ വാല്യൂ 0.853 ബോഡിയും പിന്നെ ഹെഡ് സാർ 0.853, ബോഡി സാർ 0.846 ആണ് വരുന്നത്. സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും, ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. റെഡ്മി തുറക്കാം. അപ്പോൾ ഇതാണ് ബോക്സിൽ വരുന്ന ഡിവൈസ്. അപ്പോൾ നമുക്ക് ഗ്രീൻ കളറാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രീൻ കളറാണ്. ഇവിടെ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. ഇനി ബാക്കി എന്തൊക്കെയാണ് നോക്കാം. നമുക്കൊരു അഡാപ്റ്ററാണ് വരുന്നത്, ഒരു കേബിളും ഉണ്ട്, സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിളാണ് വരുന്നത്. ഇതുണ്ടല്ലേ, സ്റ്റാൻഡേർഡ് USB Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു 22.5 വാട്ട് അഡാപ്റ്ററും നമുക്ക് കിട്ടുന്നുണ്ട്. 18 വാട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് ബോക്സിനകത്ത് 22.5 വാട്ട് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിവൈസ്. നമുക്ക് ഡിവൈസിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഷോമിൻ്റെ Redmi 11 Prime. അപ്പോൾ നമുക്കിവിടെ ബാക്ക് പാനൽ ആദ്യം കാണാം. ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടില്ല, ഒരു പാറ്റേൺ ഉണ്ട്. അത് തന്നെ ഒരു ടെക്സ്റ്റേർഡ് പാറ്റേൺ. അപ്പോൾ നല്ലൊരു ഗ്രിപ്പ് ഉണ്ട് ഡിവൈസിൽ, നല്ലൊരു ഫിനിഷും ഉണ്ട്. പിന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, ഒരു പുതുമ ഉണ്ട് ആക്ച്വലി ക്യാമറ സെറ്റപ്പിന്. ഇവിടെ കണ്ടില്ലേ, ഒരു ബോക്സി ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ 2 ലാർജ് യൂണിറ്റ് ആണ് വരുന്നത്. LED ഫ്ലാഷും കാണാം. 50+2 MP ഡ്യുവൽ ക്യാമറയാണ്. Redmi 5G നിധി കാണാം. ഈ മാറ്റ് ഫിനിഷും അല്ലെങ്കിൽ ടെക്സ്റ്റേർഡ് ഫിനിഷും നല്ലതാണ്, നല്ലൊരു ഫിനിഷാണ്, നല്ലൊരു ഇൻഹാൻഡ് ഗ്രിപ്പും ഉണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്, വോളിയം റോക്കർ കീസ് കാണാം. വിത്ത് പവർ ബട്ടൺ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, ഹൈ റെസ് ഓഡിയോ സപ്പോർട്ടഡ് ആണ്. പിന്നെ USB Type-C ചാർജിങ് പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇവിടെ നമുക്ക് സിം ട്രേ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു സിം ട്രേ, SD കാർഡ്
കാർഡ്സ് കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ട്രിപ്പിൾ സ്ലോട്ടാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. ഒരു 8 മെഗാ പിക്സൽ ക്യാമറയാണ്. അപ്പോൾ ഡിസൈനും ഇൻ ഹാൻഡ് ഫീലൊക്കെ നല്ലതാണ്. ആക്ച്വലി നല്ലൊരു ഇൻ ഹാൻഡ് ഫീൽ ഉണ്ട്. പ്രത്യേകിച്ച് ഈ പാറ്റേൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതേപോലെ ഡിസൈനിലും കുറച്ചൊരു പുതുമ ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയും ബാക്കി ആസ്പെക്ട്സിങ് പോകാം. അപ്പോൾ നമുക്കതൊന്ന് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ഫുൾ HD റെസൊല്യൂഷൻ IPS LCD പാനലാണ്. 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. ഡിസ്പ്ലേനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലേ 90 Hz 60 Hz വരുന്നുണ്ട്. അപ്പോൾ സ്ലൈറ്റ്ലി ഹയർ റിഫ്രഷ് റേറ്റ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. ആ സ്മൂത്ത്നെസ് ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും 60 Hz ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നല്ല ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. AMOLED അല്ല എങ്കിലും അത്യാവശ്യം നല്ല കളേഴ്സും ഡീസൻറ്റ് എന്താ പറയുക വ്യൂയിങ് ആംഗിൾസ് എല്ലാം, അതേപോലെ ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്താണ്. ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഉണ്ട്. കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് MIUI ആണ്. MIUI 13 ആണ് വരുന്നത്. എബൌട്ട് ഫോൺ എടുക്കാം. MIUI 13.0.4 ഗ്ലോബൽ വേർഷനാണ്. Android 12 ആണ് വരുന്നത്. ഓൾ സ്പെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6+2 GB റാമും കാണാം. എക്സ്റ്റെൻഡബിൾ റാമാണ്. മീഡിയടെക്കിൻ്റെ Dimensity 700 ആണ്. ഒക്ടോകോപ്പ് 2.2 GHz ചിപ്പാണ് വരുന്നത്. ഇത് കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് 5G ചിപ്പാണ്. മീഡിയടെക്കിൻ്റെ Dimensity 700 എന്ന് പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ഓൾമോസ്റ്റ് 1 വീക്കായി ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. പെർഫോമൻസ് ഏകദേശം കുഴപ്പമില്ല. UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടും LPDDR4X റാമുമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ക്യാമറ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50+2 മെഗാ പിക്സൽ ക്യാമറയാണ്. ക്യാമറ UI ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ കാണാം HDR മോഡുണ്ട്, ഓട്ടോ HDR മോഡുണ്ട്. അതേപോലെ വീഡിയോ റെക്കോർഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ 1080p റെസൊല്യൂഷനാണ് വരുന്നത്. മാക്സിമം 1080p റെസൊല്യൂഷനേ ഉള്ളൂ. അതും 30 FPS മാത്രമേ ഉള്ളൂ. പിന്നെ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് മോഡ്, ഷോർട്ട് വീഡിയോ, ടൈം ലാപ്സ് ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെ കാണാം. പോർട്രേറ്റ് മോഡുണ്ട്, പിന്നെ റെഗുലർ ഫോട്ടോ മോഡുണ്ട്, പിന്നെ പ്രോ മോഡും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് മാനുവലി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സൽ സാംസങ്ങിൻ്റെ JN1 സെൻസറാണ് വരുന്നത്. f1.8 അപ്പർച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സാമ്പിൾസ് എല്ലാം തന്നെ Redmi 11 Prime എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഇമേജസ് ആണ്. എസ്പെഷ്യലി സോഷ്യൽ ഷെയറിങ്ങിനൊക്കെ നല്ല ഒരു ഇമേജസ് ആണ് എനിക്ക് തോന്നിയത്. പോർട്രേറ്റ്സും കുഴപ്പമില്ല. ലോ ലൈറ്റ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണം. എങ്കിലും നമ്മളിത് പ്രൈമറി ടെസ്റ്റിംഗ് ആണ്. കുറച്ചും കൂടി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പറയാൻ പറ്റുള്ളൂ. സെൽഫീസും എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. സ്കിൻ ടോൺസ് എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതാണ് ക്യാമറ സാമ്പിൾസ് Redmi 11 Prime നടത്തുക. ഇനി ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളൂ. ബോക്സിനകത്ത് 22.5 വാട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാർജിങ് ടെസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം ടൈം എടുക്കും. പ്രോബ്ലി ഒരു 1.5 മണിക്കൂറൊക്കെ ചാർജ് ചെയ്യാൻ എടുക്കും. 1.5 മണിക്കൂറൊക്കെ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ 5000 mAh കപ്പാസിറ്റി ബാറ്ററി 7 നാനോമീറ്റർ ചിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം നല്ല ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ് ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നതാണ്. 5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതായിരുന്നു Redmi 11 Primeൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയ റിവ്യൂ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ബഡ്ജറ്റ് ഡിവൈസാണ്, ബഡ്ജറ്റ് 5G ഡിവൈസാണ്. കാരണം 5G ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് ഓപ്ഷൻസ് എല്ലാം കഴിഞ്ഞു. ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ പ്രോബ്ലി അത് ഡിപ്ലോയ്മെൻ്റ് ആവും. കേരളത്തിൽ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. എങ്കിലും മേജർ സിറ്റീസിലൊക്കെ ചിലപ്പോൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു 5G ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് റെഡ്മീൻ്റെ 11 Prime 5G. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു 4G വേർഷനും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറൻഷ്യേറ്റിംഗ് ആസ്പെക്ട് എന്താ വെച്ചാൽ 5G വേണോ 4G വേണോ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റ് ആണ്. അതായത് 5G എക്സ്പെൻസീവ് ആയിരിക്കും, അതിലൊരു സംശയമില്ല. അപ്പോൾ 5G എക്സ്പെൻസീവ് ആകുമ്പോൾ നമുക്ക് 4Gൻ്റെ സ്പീഡ് മതിയെങ്കിൽ Redmi 11 Prime 4G അവൈലബിൾ ആണ്. ഇത് 5G ഡിവൈസാണ്. അപ്പോൾ 5G
വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വില കൊടുക്കേണ്ടി വരും. കാരണം 5Gൻ്റെ എന്താ പറയുക ബാൻഡ് സപ്പോർട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ഡിവൈസസ് എക്സ്പെൻസീവ് ആവും. അപ്പോൾ 5G വേണമെങ്കിൽ നിങ്ങൾക്ക് 4G ഡിവൈസ് നോക്കാവുന്നതാണ്. അത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതായിരുന്നു Redmi 11 Prime 5Gൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.